അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 29-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നലെ 28-ാമത്തെ വചനത്തിലെ വസ്തുതകൾ കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. രാവിൽ നിന്നും പകലിനെയും പകലിൽ നിന്ന് രാവിനെയും അവൻ സൃഷ്ടിക്കുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തവയെയും ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളതിനെയും അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിവിശാലമായ നിലയിലുള്ള വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവരുമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗം കൂടി നോക്കിയിട്ട് അടുത്ത വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. Allah can give life to the once spiritually dead. ആത്മീയമായി മരണപ്പെട്ടു പോയ ഒരാൾക്ക് വീണ്ടും ഒരു ജീവിതം അല്ലാഹു തആലയ്ക്ക് നൽകുവാൻ കഴിയും. മേക്കിംഗ് ദം മോഡൽസ് എമംഗ് മെൻ, അവരെ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റുവാനും അല്ലാഹു തആലയ്ക്ക് കഴിയും. ഒരിക്കൽ ഭയങ്കര നിഷേധിയും ധിക്കാരിയുമാണെന്നിരിക്കട്ടെ, നമുക്കറിയാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകളുടെ ചരിത്രമൊക്കെ. അപ്പോൾ അവരെ ലോകത്തിലെ ഏറ്റവും മഹോന്നതരായ മാതൃകാ പുരുഷന്മാരായി മാറ്റുവാനും അല്ലാഹു തആലയ്ക്ക് സാധിക്കും, എത്ര നിഷേധികളായാലും. മോഡൽസ് ഓഫ് സിൻസിരിറ്റി, അവരെ അത്തരത്തിലുള്ള ആളുകളെ ആത്മാർത്ഥതയുടെ പ്രതീകങ്ങളാക്കി മാറ്റാൻ. ഫിഡിലിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു അല്ലാഹ്, അള്ളാഹുവിനോട് നിഷ്കളങ്കമായ സ്നേഹം, അള്ളാഹുവിനോട് ഭക്തിപൂർവമായിട്ടുള്ള വിശ്വാസം. ആൻഡ് ഹിസ് ചോസൻ പ്രോഫറ്റ്സ്, ദോസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹൂ ആർ വർത്തി ഓഫ് ഡിവൈൻ ലവ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ദൈവീകമായ സ്നേഹം, അതിൻ്റെ വില അറിഞ്ഞവരായിരിക്കും, അങ്ങനെ അറിയുന്നവരുമായിരിക്കും. സസ്റ്റനൻസ് കംസ് ഓൺലി ഫ്രം ദ അൾട്ടിമേറ്റ് പ്രൊവൈഡർ. ആത്യന്തികമായി സാധന സാമഗ്രികൾ, വിഭവങ്ങൾ നൽകുന്നവനിൽ നിന്നാണ് ജീവിത വിഭവങ്ങൾ വന്നെത്തേണ്ടത്. അത് അല്ലാഹു തആലയാണ്. അവൻ്റെ വിഭവങ്ങളാണ് ഈ ഭൂമിയിൽ, ഈ ആകാശത്ത്, ഈ പ്രപഞ്ചത്തിലുള്ളത്. ഹി ഗീവ്സ് സസ്റ്റനൻസ്. അപ്പോൾ ജീവിത വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യുന്നു. ഇൻ വാട്ട് എവർ മെഷർ ടു ഹൂമെവർ, അവൻ ഉദ്ദേശിക്കുന്ന ഏതളവിൽ വേണോ, അവൻ ഉദ്ദേശിക്കുന്നത് ആർക്കാണോ, ഹി വാണ്ട്സ്. ആൻഡ് റെസ്ട്രിക്ട്സ് ഹിസ് ഗുഡ്സ് ഫ്രം ഹൂമെവർ ഹി വാണ്ട്സ്. അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സാധന സാമഗ്രികൾ നിയന്ത്രിച്ചു നൽകുകയും ചെയ്യുന്നു. ആൾ മൈറ്റ് ആൻഡ് ഡിസിഷൻ ഈസ് ഫോർ ഹിം. എല്ലാ ശക്തിയും എല്ലാ തീരുമാനങ്ങളും അവനിലാണ്, അവനോടൊപ്പമാണ്.
നെവർ നീഡിങ് ദ പെർമിഷൻ ഓഫ് എനി വൺ ടു ഡു സോ. അതിന് ഈ ഭൂമുഖത്തുള്ള ഒരു മനുഷ്യൻ്റെയും ഒരു അനുവാദവും അവന് ആവശ്യമല്ല. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. മനുഷ്യനെന്ന നിലയിൽ അവനാണ് സകലതും നൽകുന്നതെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ ധാരാളമായി നൽകുമെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വളരെ കുറച്ച് മാത്രമേ നൽകുകയുള്ളൂ എന്നും എല്ലാ നിലയിലും അവൻ നടത്തുന്നത് പരീക്ഷണങ്ങളാണ് എന്നും അവൻ എടുക്കുന്ന തീരുമാനത്തിനെ ചോദ്യം ചെയ്യുവാൻ ഈ ഭൂമുഖത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. ശക്തി മുഴുവൻ അവന് മാത്രമുള്ളതാണ്. അധികാരം മുഴുവൻ അവന് മാത്രമുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വഇലല്ലാഹിൽ മസീർ. വളരെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട അതിമഹത്തായ ഒരു വചനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പദാർത്ഥം നമുക്ക് നോക്കാം. ലാ യത്തഖിദ്, സ്വീകരിക്കരുത്, അൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, അൽ കാഫിരീന, സത്യനിഷേധികളെ, ഔലിയാ, മിത്രങ്ങളായിട്ട്, മിൻ ദൂനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ അല്ലാതെ. സത്യവിശ്വാസികളല്ലാതെ കാഫിര്യങ്ങളായ ആളുകളെ നിങ്ങൾ മിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത്. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. അപ്പം സത്യവിശ്വാസികളെ അല്ലാതെ മിത്രങ്ങളായിട്ട് സത്യനിഷേധികളെ നിങ്ങൾ സ്വീകരിക്കരുത്. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അത് ചെയ്താൽ, സത്യവിശ്വാസികളെക്കാൾ നല്ലത് ഈ സത്യനിഷേധികളാണ് എന്ന് അവർ ധരിച്ചാൽ, അങ്ങനെ അപ്രകാരം ചെയ്താൽ, ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, ഫലൈസ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതിൽ അല്ല, ഉണ്ടാകുന്നതല്ല, ഫീ ഷൈഇൻ, ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് അവരുടെ ഈ പ്രവർത്തനത്തിന് ഒരു നന്മയും ഉണ്ടാകുന്നതല്ല. ഇല്ലാ അൻ തത്തഖൂ മിൻഹും, അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? അൻ തത്തഖൂ മിൻഹും, അവരെ സംബന്ധിച്ച് തുഖാത്തൻ, ഒരു സൂക്ഷ്മത കൈക്കൊള്ളേണ്ടതാണ്, അല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. ഈ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് ഒരു സൂക്ഷ്മത അവർ കൈക്കൊള്ളേണ്ടതാണ്. ഇല്ല, അള്ളാഹുവിൽ നിന്നൊന്നും അവർക്ക് ലഭ്യമല്ല. പിന്നെ അവർക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇല്ല അൻ തത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളുകയല്ലാതെ, മിൻഹും, അവരെ സംബന്ധിച്ച്, ഈ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു സൂക്ഷ്മത കൈക്കൊള്ളേണ്ടതാണ്. തുഖാത്തൻ, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടായിരിക്കണം. എന്നോടൊപ്പം ഉള്ളത്, ഞാൻ കൂട്ടുകൂടുന്നത്, ഞാൻ സഹവസിക്കുന്നത് സത്യവിശ്വാസിയാണോ, അതല്ല സത്യനിഷേധിയാണോ, അതല്ല കപട വിശ്വാസിയാണോ, അതെല്ലാം അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. ഈ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാനുള്ളത് ഇല്ലാൻ തത്തഖൂ, നിങ്ങൾ മുത്തഖീങ്ങൾ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരല്ലാതിരിക്കാൻ എന്ത് കാരണമാണ്? മിൻഹും, അവരെ സംബന്ധിച്ച്, തുഖാത്തൻ, നല്ല സൂക്ഷ്മത അവരെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കണം. വയുഹദ്ദിറുക്കും, നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് അല്ലാഹു, നഫ്സഹു, അവനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്.
അവനെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നു, വൈലല്ലാഹിൽ മസീർ, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് അതിൻ്റെ പദാർത്ഥമാണ്. നമുക്ക് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ദ വേഴ്സ് ആൾസോ ഇൻസ്ട്രക്ട്സ് മുസ്ലിം ബിലീവേഴ്സ്. ഈ വചനം മുസ്ലിം വിശ്വാസികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ടു ബി ഓൺ ദെയർ ഗാഡ്, അവർ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ. എഗൻസ്റ്റ് ദ പ്ലോട്ട്സ് ആൻഡ് മെക്കനേഷൻസ്, അവർ സത്യനിഷേധികൾ ചില പ്ലോട്ട്സുകൾ, പദ്ധതികൾ, അതുപോലെ മെക്കനേഷൻസ്, ഗൂഢാലോചനകളും ഓഫ് ഡിസ്ബിലീവേഴ്സ്, അവിശ്വാസികൾക്കുണ്ട്. ഹു ക്യാൻ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ടേൺ ദം എവേ, അവർ പിന്തിരിഞ്ഞു പോക്കളയും. ഫ്രം ദെയർ ബ്യൂട്ടിഫുൾ റിലിജൻ, അവരുടെ അതിമനോഹരമായ ഈ ദീനിൽ നിന്നും, ദാറ്റ് ഈസ് ഇസ്ലാം. ഇസ്ലാമിനെ ഉപേക്ഷിച്ച് അവർ നിമിഷ നേരം കൊണ്ട്, കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കും. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഇസ്ലാമിനെയൊക്കെ നമുക്ക് ഏത് സമയത്തും വേണ്ടാന്ന് വെക്കുന്ന പ്രകൃതങ്ങൾ നമ്മളിലില്ലയോ? ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ദിനരാത്രങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സമസൃഷ്ടികളായ ആളുകളോട് നിങ്ങൾ അപ്രകാരം വർത്തിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ അതിമനോഹരമായ ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ ഈ സത്യനിഷേധികളുമായി നമ്മൾ കൂട്ടുകൂടുന്നതിലൂടെ, അവരെ നമ്മുടെ ഇടത്തിലേക്ക് കയറ്റി വിടുന്നതിലൂടെ നമുക്കത് വളരെ വലിയ ദോഷങ്ങൾ വരും. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഖലീഫത്തുള്ള പറയുന്നു. ടേക്കിംഗ് ബിലീവേഴ്സ് ആസ് ഫ്രണ്ട്സ്, ഈ വിശ്വാസികൾ സ്നേഹിതരായിട്ടെടുക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ബിലീവേഴ്സ്, അവിശ്വാസികൾക്ക് പകരം. ഈസ്മെൻഷ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിശ്വാസികൾക്ക് പകരം അവിശ്വാസികളെ കൂട്ടുകാരായിട്ട് എടുക്കുന്നത് സംബന്ധമായിട്ട് പറയുന്ന. ആൾസോ ടു കൺസോളോ, അങ്ങനെ വിശ്വാസികളെ നിങ്ങൾ എടുക്കാവൂ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ടു കൺസോളിഡേറ്റ് ഇസ്ലാമിക് ബ്രദർഹുഡ്, ഇസ്ലാമിക സാഹോദര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സോ ദാറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ഓൺ സെയിം റിലിജൻ, ഒരേ മതത്തിൽ വരുന്ന സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം രൂഢമൂലമാകും. ക്യാൻ സ്റ്റാൻഡ് ആസ് ഫേം ആൻഡ് സോളിഡ്, അവർക്ക് ഒരുമിച്ച് ഉറച്ച് നിൽക്കുവാൻ കഴിയും. ഇന്നെന്താ ശിഥിലമായി കിടക്കുകയാണ്. ഒരു വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ പോലും, ഭാര്യയും ഭർത്താവും മക്കളും പോലും ഒരേ മനസ്സോടുകൂടി, ഒരേ ആശയത്തിൽ, ഒരേ ആദർശത്തിൽ, ഒരേ നിലപാടിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം ഈ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് നമ്മളിൽ വേണ്ടുന്ന സ്വാധീനം ചെലുത്തുന്നില്ല. അതിന് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മൂല്യം കൽപ്പിക്കുമെങ്കിൽ ഓരോരുത്തരോടുമുള്ള ഉത്തരവാദിത്വം ഓരോരുത്തരും നിർവഹിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥന്മാരായി മാറും. ഇപ്പം ആരോടും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അധാർമികമായി കട്ടും ഒട്ടിച്ചും കവർന്നും തങ്ങളുടെ വയറ് നിറയ്ക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു ചിന്തയുമില്ലാത്ത ഒരു ലോകമാണ്. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഈ കഴിക്കുന്ന സാധനം എനിക്ക് അനുവദനീയമാണോ എന്ന് പരിശോധിച്ച് നടത്തേണ്ടതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നതും ആരോടൊപ്പം ആയിരിക്കണം എന്ന് അല്ലാഹു തആല അവൻ നിർദ്ദേശിക്കുന്നു. ആസ് ആൻ അൺബ്രേക്കബിൾ ബ്ലോക്ക്, അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിന്ന്, വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് നിങ്ങളെ ശിഥിലമാക്കാനൊക്കാത്ത ഒരു സംഘമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണം. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിലൂടെ ഇതൊന്ന് തുറന്നു, അപ്പോൾ പെട്ടെന്ന് കടന്നു വന്നതാണ്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ. 3500ഓളം വീടുകൾ 3500ഓളം വീടുകൾ ഗുജറാത്തിൽ ഒരു നദീതീരത്ത് കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ്. എല്ലാവരുടെ വീടുകളും ബുൾഡോസർ വെച്ച് തകർത്ത്
കഴിഞ്ഞു. ആ നദിയിലും തടാകവും കുഴിക്കാനും പരിസര ശുചീകരണവും നടത്താനാണ്. ഇവരൊക്കെ ബംഗ്ലാദേശികളാണെന്നാണ് പറയുന്നത്. അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള ഇന്ത്യൻ പൗരത്വവും ആധാർ കാർഡും മറ്റെല്ലാം നൽകിയെങ്കിലും അവരത് അന്നും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ 3500ഓളം വീടുകളുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അവിടെ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഒരു ബ്ലോക്കല്ല, ഒന്നും ചെയ്യാനൊക്കാത്ത നിലയിൽ നിസ്സഹായരായി പറയുന്നു. നിങ്ങളന്ന് ഈ കൂണ് പോലെ അല്ലെങ്കിൽ കുമിള പോലെ ഉണ്ടായിരിക്കും, അംഗസംഖ്യയിൽ നിങ്ങൾ വളരെ കൂടുതലായിരിക്കും, ഈമാനുള്ള ഒറ്റ വർണ്ണം പോലും അന്ന് ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ പ്രശ്നം. ഇന്ന് മുസ്ലിങ്ങളെന്ന് പറയുന്ന പേരാണ്. അങ്ങനെ പേര് ധരിച്ചത് ആളുകളെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല. അവരൊക്കെ വെറുതെ ചണ്ടികളെന്നാണ് അതിന് പറയുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ന്. ആ ചണ്ടികളായിട്ട് ജീവിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല എങ്കിൽ ഈ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളൂ. അല്ലാഹു തആലയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാഫിര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന്. അപ്പോൾ അത് പറഞ്ഞതിനൊക്കെ അതിൻ്റേതായ ചില സോ ഫേം ദാറ്റ് നോ എനിമീസ് ഓഫ് ഇസ്ലാം ക്യാൻ ബ്രേക്ക് ടു ദിസ് ബാരിയർ ഓഫ് പ്രൊട്ടക്ഷൻ. ഈ അല്ലാഹു തആല സ്ഥാപിച്ചു നിർത്തുന്ന ഈ അതിരുണ്ടല്ലോ, ഈ സീമയെ തട്ടിത്തകർക്കാൻ സംരക്ഷണമാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന്. ഒരാൾ പറയുന്നത് പോലല്ല 2 പേര് പറയുന്നത്. 3 പേര് പറയുമ്പോൾ അതിനേക്കാൾ വോയിസ് കൂടും. 4ാമത് ഒരാളൂടെ പറയുകയാണെങ്കിൽ അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത് എങ്ങനെയാണ് നിങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരാളെടുക്കുന്ന തീരുമാനം ഒരു നൂലിഴ പോലെയാണ്. 2 പേരുണ്ടെങ്കിൽ 2 നൂലിഴ ചേർത്തതുപോലെയാവും. 3 ആണെങ്കിൽ അത് 3 ഇഴകൾ ചേർത്തത്. 4 ആണെങ്കിൽ അങ്ങനെ ശക്തി പ്രാപിക്കും. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരേ രീതിയിൽ ഒരേ ആശയത്തോടെയും ആദർശത്തോടെയും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളെ മുഴുവൻ കാട്ടിൽ പറത്തി അതിനെയൊക്കെ നിങ്ങൾ തൃണവൽഗണിച്ചുകൊണ്ട് കുടുംബജീവിതവും വ്യക്തിജീവിതവും നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹു തആലയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്? അവൻ കൽപ്പിച്ച് തന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ദിസ് ബാരിയർ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് എക്സ്റ്റർമിനേറ്റ് ദെയർ ഫെയ്ത്ത് ആൻഡ് ഡീപ്പ് ഇസ്ലാമിക് ഐഡിയോളജി. അവർ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെയും ഈ ഇസ്ലാമിക ഐഡിയോളജി, ഡീപ്പ് ഐഡിയോളജി, ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന ഈ ഐഡിയോളജിയെ നിങ്ങൾക്ക് പരിപോഷിപ്പിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നതനുസരിച്ച് നിങ്ങൾ ഒരൊറ്റ കെട്ടായിട്ട് ഒരു ചരടിൽ കോർത്ത മണികൾ പോലെ നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ കൂട്ടുകാരൊക്കെ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ദ ഡൈ ഹാർഡ് എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കഠിന ശത്രുക്കൾ, ഹാവ് ഓൺലി വൺ ഗോൾ, അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇൻ ലൈഫ്, ജീവിതത്തിൽ. ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ എൻറ്റയർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ സമ്പൂർണമായ നാശം, തകർച്ച ഉണ്ടാകണം. ആൻഡ് ടു കൺവേർട്ട് ഇറ്റ്സ് ഫോളോവേഴ്സ്, ഇതിൻ്റെ അനുചരന്മാരെ മതപരിവർത്തനം നടത്തണം. ടു ദെയർ ഇഡൽട്രസ് ഡോഗ്മാസ്, അവരുടെ തെറ്റായ തത്വസംഹിതകളിലേക്ക്. ഇഡൽട്രസ് ഡോഗ്മാസ് എന്ന് പറയുമ്പോൾ വ്യക്തിഗതമായിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ആശയാദർശങ്ങളിലേക്ക് അവരെ കൺവെർട്ട് ചെയ്യണം. ഇന്ന് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ. വ്യക്തിഗതമായി നമുക്ക് തോന്നുന്നത് എന്താണോ അതാണ് നമ്മുടെ ഇഡൽട്രസ് ഡോഗ്മാസ്. അത് നമ്മൾ സ്ഥാപിച്ച തത്വങ്ങളാണ്. ആ തത്വങ്ങളൊന്നും അള്ളാഹിൻ്റെ മുമ്പിൽ വേണ്ട. അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന തത്വങ്ങൾ മതി എന്നാണ്. ദോസ് ഹു അബൻഡൻ ദെയർ ഇസ്ലാം, ഇനി ഇസ്ലാമിൻ്റെ ഈ ഡോഗ്മാസിനെ, ഈ തത്വസംഹിതകളെ ആരാണോ വേണ്ട എന്ന് വെക്കുന്നത്, ആൻഡ് ഫാൾ പ്രേ ടു ദ മെക്കനൈസേഷൻ ഓഫ് ദീസ് വിക്കറ്റ് പീപ്പിൾ, ആരാണോ ഈ തെമ്മാടികളായ ആളുകളുടെ ഗൂഢാലോചനകൾക്ക് ഇരയായിത്തീരുന്നത്, അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ ചേരുന്നതായ ആളുകൾ അവരുടെ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്, അവരുടെ പദ്ധതികളാണ് അവർ നടപ്പിലാക്കുന്നത്. അല്ല, നമ്മുടെ പദ്ധതി,
ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ആ നിലയിലാണ് നിങ്ങൾ വേണ്ടത്. അല്ലാതെ ഈ തെമ്മാടി കൂട്ടങ്ങളുടെ അത് പറഞ്ഞത്, ആൻഡ് ഫാൾ പ്രേ ടു ദ മെക്കനൈസേഷൻ ഓഫ് ദീസ് വിക്കറ്റ് പീപ്പിൾ ആർ ബൗണ്ട് ടു ഇൻകർ ദ വ്രാത്ത് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ കോപം നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നല്ലാതെ, നിങ്ങളിലേക്ക് വന്നു പതിക്കുമെന്നല്ലാതെ നിങ്ങൾ എന്ത് നേടാനാണ് പോകുന്നത് ഈ ആളുകളെയും കൊണ്ട്? ആൻഡ് എ സിവിയർ പണിഷ്മെൻറ്റ്, അതിശക്തമായ വേദനാജനകമായ ശിക്ഷയെ നിങ്ങൾ ഭയന്നുകൊള്ളുക. ഫോർ ഇസ്ലാം ഹാഡ് ബീൻ ഓഫേർഡ് ടു ദം, ഇസ്ലാം അവർക്ക് സമ്മാനിക്കുന്ന, വാഗ്ദാനം ചെയ്യുന്ന എന്താണ്? ബട്ട് ദേ പ്രിഫർ ടു ലിസൺ ടു ദ ഡിസ്ഗൈസ്ഡ് ബ്യൂട്ടിഫുൾ വേർഡ്സ് ഓഫ് ദ എനിമീസ്. എന്നാൽ ഈ ഇസ്ലാമിലെ സുന്ദരമായ അധ്യാപനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ വേഷം ധരിച്ച് വന്നിരിക്കുന്നതായ ടു ലിസൺ, ദേ പ്രിഫർ, അവർ മുൻഗണന കൊടുക്കുന്നത് ടു ലിസൺ, ശ്രദ്ധിക്കുന്നതിനാണ്. ടു ദ ഡിസ്ഗൈസ്ഡ് ബ്യൂട്ടിഫൈഡ് വേർഡ്സ്, അവർ മുഖമൂടി ധരിച്ച ആളുകളാണ്. അവരുടെ വാക്കുകൾ കേട്ടാൽ അങ്ങനെ തേനൊഴുകും. അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകേട്ട് അവരൊക്കെ എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ഇവിടെ ആരും ഇസ്ലാമിൻ്റെ അധ്യാപനം ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരല്ല. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ, ഇനി അതിൻ്റെ വിശദീകരണം നമ്മൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഖലീഫത്തുള്ള നൽകുക. ഇതിൻ്റെ അർത്ഥം ദറ്റ് ഓൾ പീപ്പിൾ ഫ്രം അതർ റിലീജിയൻസ് ആർ വിക്കറ്റ്, മറ്റെല്ലാ മതത്തിലുള്ള ആളുകളെല്ലാം മോശക്കാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആൻഡ് വാണ്ട് മുസ്ലിംസ് ഡിസ്ട്രക്ഷൻ, അവർ മുസ്ലിങ്ങളുടെ നാശം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആണെന്നല്ല അർത്ഥം. ഓൺ ഹ്യൂമൻ ഗ്രൗണ്ട്, മനുഷ്യപരമായ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, വി മുസ്ലിംസ്, നമ്മൾ മുസ്ലിങ്ങൾ, ആർ കമ്പൽ ടു ഹെൽപ്പ് ദം, നമ്മൾ നിർബന്ധിതരാണ് അവരെ സഹായിക്കുക എന്നുള്ളത്. വെൻ എവർ ദേ നീഡ് ഹെൽപ്പ്, എപ്പോഴാണോ അവർക്ക് ആവശ്യം വരുന്നത്, അവർക്ക് പ്രയാസം വരുന്നത്, അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അപ്പോൾ ഇതര സമൂഹത്തിൽ, സമുദായത്തിൽ, ഇതര വിശ്വാസാദർശങ്ങളിലുള്ള ആളുകൾക്ക് അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരെ സഹായിക്കേണ്ട എന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ബട്ട് നെവർ ആസ് ടു കൺഫൈഡ് ഇൻ ദം, അവരെ സംബന്ധിച്ച് ഉത്കണ്ഠ കൂടാതെ മനസ്സുറപ്പിക്കേണ്ട അവർ ഡീപ്പസ്റ്റ് സീക്രട്സ്. അതുകൊണ്ട് നമ്മുടെ ആഴത്തിലുള്ള രഹസ്യങ്ങളുടെ അറകളൊന്നും അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരെ നിങ്ങൾ സഹായിക്കാം. ദേ സോൾഡേഴ്സ് ആൻഡ് അവർ റിലിജൻ, അവർ നമ്മുടെ ആത്മാക്കളെയും നമ്മെയും നമ്മുടെ മതത്തെയും ചുരുങ്ങിയ വിലയ്ക്ക്, ഇൻ ദ ചീപ്പസ്റ്റ് മാർക്കറ്റ്സ്, ഏറ്റവും വില കുറഞ്ഞ കമ്പോളങ്ങളിൽ, ഫോർ എ പാൾട്രി പ്രൈസ്, തുച്ഛമായ വിലയ്ക്ക് വിറ്റവരാണ്. അങ്ങനെയുള്ള ആ വിൽപ്പന നടത്തിയവർക്ക് ആണെങ്കിൽ പോലും അവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ട് സമയത്തും അവരെ സഹായിച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ ആ ഇസ്സത്ത് കാണിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് നമ്മിലേക്കെന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ ആരുടെ കൂടെയാണ് എന്ന്, ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ തൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ലൈഫ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് നടപ്പിലാക്കി നിങ്ങൾ ഇഹലോകത്ത് നിന്ന് വളരെ വലിയ പ്രതിഫലങ്ങളുമായി, അത് ഇഹലോകത്ത് നിന്ന് നിങ്ങളുടെ മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളാക്കി മാറ്റി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അതല്ല എങ്കിൽ ഇഹലോകത്ത് നിങ്ങൾ ഈ കാണുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളും വ്യാപരിച്ച് ആ നിലയിൽ നിങ്ങൾക്ക് ജീവിക്കാനാണ് എന്ന് ആഗ്രഹമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർ അവർ ജീവിക്കട്ടെ, കലരാതെ ഒരേ ഒരു മനസ്സോടെ ഒരേ ഒരു ഇതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അവർക്ക് അങ്ങനെ പോകണമെന്നുള്ളവർ അങ്ങനെ പോയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഓരോന്നോരോന്നായി നിങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. വാട്ട് വി നീഡ് ടു ഡു ഈസ്, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇൻവൈറ്റിംഗ് ദം ടു ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ബ്രീഫിംഗ് ദം ഓൺ ദ എലിമെൻറ്റ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആ സത്യമായ കാര്യങ്ങൾ അവർക്ക് ചുരുക്കി പറഞ്ഞു കൊടുക്കുക.
ആൻഡ് സീയിങ് ടു ദെയർ കോംപ്രിഹെൻഷൻ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് അള്ളാഹ്. അള്ളാഹു താല പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ വിവരണങ്ങൾ നിങ്ങൾ അവർക്ക് നൽകുക. ഇഫ് ദേ ആർ ഇൻക്ലിൻ ടുവേഴ്സ് ദ മെസ്സേജ് ഓഫ് ഇസ്ലാം, അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തിനോട് അവർ അടങ്ങി അവർ വേണ്ട പരിഗണന അവർ കൊടുക്കുന്നില്ല എങ്കിൽ, ചായ്വ് കാണിക്കുന്നില്ല എങ്കിൽ, ദെൻ നോ ഹാം ഷുഡ് ബി ഡൺ ടു ദം. അങ്ങനെ അവർ ചായ്വ് കാണിക്കുന്നില്ല എങ്കിൽ വിചാരിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ വരുത്തരുത്. ടേക്കിംഗ് ഓൺസ് ഡിസ്റ്റൻസ് ഫ്രം ദം, അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക, അത്ര തന്നെ. അവരോട് ഈ വ്യക്തമായ സന്ദേശം അവർക്ക് നൽകുക. ഇസ്ലാമിക് തത്വം നിനക്കും എനിക്കും സമൂഹത്തിനും മുഴുവനും പ്രയോജനമായ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് നീ ജീവിക്കണമെന്ന് അവരോട് പറയുക. അതനുസരിച്ച് അവർ ജീവിക്കുന്നില്ല, അവർ വിമുഖത കാണിക്കുകയാണെങ്കിൽ ലെറ്റ് ദം ലീവ്, അവരവരുടെ വഴിയിലൂടെ ജീവിക്കട്ടെ. അതല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ ചരടിൽ കോർത്ത മണി പോലെ ഒത്തൊരുമിച്ച് നിന്ന് ജീവിക്കാൻ കഴിയും. ഇൻഡീഡ് ദേ ആർ ദോസ് പീപ്പിൾ ഹൂ ഇഫ് അപ്പോൺ ഗെറ്റിംഗ് ദ മെസ്സേജ് ഓഫ് അള്ളാഹ്, തീർച്ചയായിട്ടും ഈ ആളുകൾ ഇഫ് അപ്പോൺ ഗെറ്റിംഗ് ദ മെസ്സേജ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ഈ സന്ദേശം ലഭിച്ചാൽ ക്യാൻ ടേൺ ഓവർ ഇൻ ടു എ ന്യൂ ലൈഫ്, അവർക്ക് ഒരു പുതു ജീവിതത്തിലേക്ക് വരാൻ കഴിയും. ആൻഡ് ചേഞ്ച് ഫോർ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതിലേക്ക് അവർക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയും. ബിക്കമിങ് ഈവൻ ബെറ്റർ മുസ്ലിംസ് ദാൻ അസ്, നമ്മളെക്കാൾ ഏറ്റവും നല്ല മുസ്ലിങ്ങളായി മാറാം. അത് ഉമർ ഫാറൂഖിൻ്റെ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പം ബെറ്റർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആകാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി ലൈഫ് ഡേ ആൻഡ് നൈറ്റ് അവർ ചിലവഴിക്കാൻ വേണ്ടി അതിനുവേണ്ടി സന്നദ്ധരാവണം. അവസരവാദികളും താൽക്കാലികമായ ക്ഷേമവും ഐശ്വര്യവും നോക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അല്ല. അവരൊരു ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ബെറ്റർ ലൈഫ്, എത്ര മോശ പ്രവൃത്തി ചെയ്തു പോയവരായാലും ഒരു ബെറ്റർ ലൈഫ് അവരുടെ മുമ്പിലുണ്ട്. അതനുസരിച്ച് ഇതിനു വേണ്ടി ശിഷ്ടകാലം ഡെഡിക്കേറ്റഡായിട്ട് ദീനുൽ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുക. കുറച്ചുകൂടി വിശദീകരണമുണ്ട്, സമയം അതിക്രമിച്ചു പോകുന്നു, ആളുകളൊക്കെ ഇപ്പോൾ അക്ഷമരായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വിശദീകരണങ്ങളും അടുത്ത പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാഖ്. ഐക്യലോകത്തും പാരത്രിക ലോകത്തും ഈ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളുമായിട്ട് അല്ലാഹു തആല നൽകട്ടെ.